മാന്യ പ്രേക്ഷകരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ RK കോട്ട. ഇന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് പുരാതന ഭക്ഷണ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനമായ ഒരിനമാണ്. അതിന്ന് ആധുനീകരിച്ച് എല്ലാ തീന്മേശകളിലും എത്തുന്നുണ്ട്. അതിൻ്റെ പേര് മൺചട്ടിയിലെ പഴങ്കഞ്ഞി. ഇതിനാദ്യമായി എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ വാമഭാഗം, എൻ്റെ ജീവിതസഖി, എൻ്റെ പ്രിയസഖി ശ്രീമതി ജയയോടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നളപാചകത്തെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഭക്ഷണ പാചക രീതിയിലെ ഉൽപ്പന്നങ്ങളാണ് ഈ വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഞാൻ അഗൈതവമായ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നെ അടുത്തുള്ള നന്ദി രേഖപ്പെടുത്തേണ്ട എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ മണിവിലാസം മധു. അദ്ദേഹത്തിൻ്റെ ശില്പചാതുര്യമുള്ള കരങ്ങളാൽ നിർമ്മിതമായ മൺചട്ടിയാണിത്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി എൻ്റെ പ്രിയ സുഹൃത്ത് പുരാതന അതിപ്രശസ്തമായ RC സ്റ്റോഴ്സിലെ, അതായത് പലവ്യഞ്ജനവും അങ്ങാടിയും ഒന്നിച്ചു വിൽക്കുന്ന RC സ്റ്റോഴ്സിലെ RCയോടാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കടയിലെ പരിശുദ്ധമായ നിർമ്മൽ അരിയുടെ നിർമ്മലമായ പഴങ്കഞ്ഞി. പിന്നെ കടലമ്മ കനുവോട് തന്ന കറിയുപ്പ് ആവശ്യത്തിന്. പിന്നെ എൻ്റെ സഹോദരന്റെ ഭാര്യ ശ്രീമതി ലേഖയ ജൈവ വളങ്ങളാൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത കാന്താരി മുളക്, വില തുച്ഛം, ഗുണം മെച്ചം, 100% എരിവും രുചിയും. അതുകൂടെ അങ്ങോട്ട് ഉടയ്ക്കുന്നു. അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് ദശമഞ്ചും, പിന്നെ 2 അഞ്ചും, 4 പിന്നെ ഒരു 20 കൂടി എടുത്ത് 100 ആക്കി എടുത്ത 100 കറി അഥവാ ഇഞ്ചി. അടുത്തതായി നമ്മുടെ തീന്മേശയിൽ എത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ശശീധരൻ നായരുടെ ഗോശാലയിലുള്ള ഗോക്കളുടെ ശുദ്ധമായ അകിലിൽ നിന്നും കറന്നെടുത്ത ശുദ്ധമായ പാലാൽ നിർമ്മിതമായ തൈരിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത പുളിശ്ശേരി അഥവാ മോരുകറി. ഈ തൈരിനൊരു പ്രത്യേക ഗുണം കൂടുണ്ട്. ചേനപ്പാടി രാമച്ചാരുടെ പാളത്തൈരിനെക്കാട്ടിൽ ഗുണവിശേഷമുള്ളതാണ്. അടുത്തത് ഉള്ളത് പറയുകയും ചെയ്യും. ഉള്ളിൽ ഒന്നുമില്ലാത്തതുമായ ഉള്ളി. അടുത്തതായിട്ട് കോട്ടയത്തിനടുത്ത് കുറിച്ചി എന്ന സ്ഥലത്ത് പോകാനിടയായി. അവിടെ നിന്ന് കൊണ്ടുവന്ന കുറിച്ചി, അത് ഞാൻ നേരെ കുറിച്ചിമുട്ടം വഴിയാ വന്നേ. കുറിച്ചി വന്നിട്ട് വഴി ഷോർട്ട് കട്ട് എടുത്ത് കുറിച്ചിമുട്ടം വഴി കൊണ്ടുവന്ന് പാകപ്പെടുത്തിയെടുത്ത കുറിച്ചി വറുത്തത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് നാട്ടിൽ പൂജാതനായ, അതായത് നമ്മുടെ തനി നാട് നാരങ്ങയായി നിർമ്മിതമായി പോഷക സമൃദ്ധമാക്കിയെടുത്ത, രുചി സമൃദ്ധമാക്കിയെടുത്ത അതിശ്രേഷ്ഠമായ നാരങ്ങ കറി. ഓക്കെ. അടുത്തതായിട്ട് അതായത് ശുദ്ധമായ കേരള നാട്ടിലെ കേരളത്തിൽ നിന്നുണ്ടാക്കിയ തേങ്ങാ ചമ്മന്തിപ്പൊടി. ഓക്കെ. അടുത്തത് ഇനിയുള്ളതാണ് അതിവിശേഷമായുള്ളത്. എൻ്റെ ഭാര്യ വീട്ടിലെ ഏതൻ തോട്ടത്തിലെ ഏത്തവാഴ തോപ്പിലെ ഏത്തക്കുലയിൽ നിന്ന് ഏതാനും കായ്കൾ അടർത്തിയെടുത്ത ഏത്തക്കാത്തോരൻ.
അത് അല്പം ഞാൻ കുടഞ്ഞിടുന്നു, അല്ലെ എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ ഇടുന്നു. അപ്പൊ ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് വലത് കൈയാൽ കുത്തിപ്പൊടിച്ചൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഒന്ന് ഒരു കൈ രുചിച്ചു നോക്കുക. എന്തൊരു രുചി, എന്തൊരു ത്രില്ല്, എന്തൊരു സ്വാദിഷ്ടം, മനസ്സിനും ശരീരത്തിനും നല്ല കുളിർമ, അതിപോഷകഗുണം, സമ്പൂർണ്ണ പോഷകഗുണം മൺചട്ടിയിലെ പഴമീൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് എൻ്റെ ഈ പ്രോഗ്രാം വീഡിയോയിൽ എടുത്തത് എൻ്റെ ക്യാമറാമാൻ ആകാശ്, എൻ്റെ ബന്ധുവായ ആകാശ് ശ്രീഹരിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ ഈ പരിപാടി ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മൺചട്ടി ഞാൻ താഴെ വെക്കുന്നു. നന്ദി, നമസ്കാരം.